ദുരന്തങ്ങൾ, ദുരിതങ്ങൾ ഒട്ടനവധി നാം നമ്മുടെ ചുറ്റും ദിനംതോറും കാണുന്നു. ചില ദുരന്തങ്ങളിൽ നിന്ന് നാം ഒഴിയപ്പെടുന്നു, മറ്റു ചില ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായും വരുന്നു. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനത്തിന് കീഴിലാണ് ഇരിക്കുന്നത്. തിരുവചനം പറയുന്നത് 24-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ലോകവും അതിലെ സമ്പ്രദായങ്ങളുമൊക്കെ ദുഷ്ടൻ്റെ അധീനതയിലാണെങ്കിലും ഭൂമിയുടെയും അതിലെ നിവാസികളുടെയും ഉടമസ്ഥാവകാശം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. ദൈവിക ഉടമസ്ഥതയിലുള്ളവയെ ദൈവം പരിപാലിക്കുന്നു. ആ പരിപാലനത്തിൽ ദുരന്തങ്ങൾ കടന്നു വരുന്നതിന് എന്തെങ്കിലും അർത്ഥം കാണാതിരിക്കില്ല. ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന സ്വാഭാവികമായുള്ള നമ്മുടെ ചോദ്യത്തിന് ദാവീദ് 119-ാം സങ്കീർത്തനത്തിൻ്റെ 71-ാം വാക്യത്തിൽ കൂടി മറുപടി നൽകുന്നത്, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്നാണ്. നമ്മുടെ ഗുണീകരണത്തിനും നന്മയ്ക്കുമായി പല കഷ്ടതകളുടെയും ചിലപ്പോൾ ദുരന്തങ്ങൾ കൂടിയും കടന്നു പോകേണ്ടതായി വരാം. ദുരന്തങ്ങൾ ഉണ്ടായാലും ഇല്ലായെങ്കിലും ദൈവത്തിൻ്റെ ആധിപത്യത്തിലാണ് നാമും നമ്മുടെ ചുറ്റുപാടും എന്നോർക്കണം. ഒരു കഷ്ടതയും ദുരന്തവും ദൈവത്തിൻ്റെ ആധിപത്യത്തിന് അതീതമല്ല. ചെറിയതും വലിയതുമായ ദുരന്തങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും അവസാന വിജയം നമുക്കായിരിക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. വിധിയുടെ ക്രൂരതയെ ഓർത്ത് വിലപിക്കാതെ പരാജയത്തെ വിജയമാക്കി തരുവാൻ കഴിവുള്ള ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദുരിതങ്ങളെ നന്മയിലേക്കുള്ള കൽപ്പടവുകളാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നന്മയുടെ ഒരു നല്ല വശം കാണാതിരിക്കില്ല. പ്രശ്നത്തിൽ അധിഷ്ഠിതമായ ആ നന്മയുടെ അംശത്തെ നമ്മുടെ നന്മയ്ക്കായി എങ്ങനെ മാറ്റിയെടുക്കാമെന്നതായിരിക്കട്ടെ നമ്മുടെ ചിന്തയും പരിശ്രമവും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.